ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, ഇന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും 177 പോയിന്റുകളുടെ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇടിവാണുള്ളത്. ഇതിൽ തന്നെ നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.25%ഉള്ളൊരു ഇടിവ് നേരിട്ടുകൊണ്ട് 24,792 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ വെറും 4 ഓഹരികൾക്ക് മാത്രമാണ് നിഫ്റ്റി 50യിൽ നിന്നൊരു നേട്ടം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1% ഒരു ഇടിവ് നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ ഉണ്ടാകുന്നു. ഏകദേശം 560 പോയിന്റുകളുടെ ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 54,577 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിലും നിഫ്റ്റി ബാങ്കിങ് കമ്പനികളിലും കാര്യമായിട്ടുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഹരികൾക്ക് സാധിക്കുന്നില്ല. 2-3 ഓഹരികൾ മാത്രം ഇടയ്ക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തുന്നത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കമ്പനികളൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിൽ നിന്നും ഒരു ഇടിവിലാണുള്ളത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിഫ്റ്റി 50യിൽ ഇപ്പോഴൊരു മികച്ച ഒരു പ്രകടനം നടത്താൻ വേണ്ടി സാധിക്കുന്ന ആകെ FMCG ഓഹരിയായിട്ടുള്ള നെസ്ലെ ഇന്ത്യയുടെ ഓഹരികൾക്കാണ്. ഏകദേശം 1.25% ഒരു നേട്ടം നെസ്ലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഏഷ്യ മോട്ടോഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1% നേട്ടം. ഹിന്ദുസ്ഥാൻ യൂണിലിവറിനും ഏകദേശം 1% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമ്പോൾ ഫാർമ കമ്പനിയായിട്ടുള്ള സൺഫാർമയെ സംബന്ധിച്ചിടത്തോളമാണ് വലിയ രീതിയിലുള്ള ഒരു ഇടിവുണ്ടാകുന്നത്. ഏകദേശം 2.25% മുകളിൽ 2.5% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവിലേക്ക് സൺഫാർമ ഇപ്പോൾ പതിച്ചിരിക്കുന്നു. കൂടാതെ ഡോക്ടർ റെഡ്ഡീസിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5% മുകളിലുള്ളൊരു ഇടിവ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഓഹരിയിലുണ്ടാകുന്നു. ശ്രീറാം ഫിനാൻസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.25% ഒരു ഇടിവാണ് ശ്രീറാം ഫിനാൻസും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ടാറ്റ സ്റ്റീൽ പരിശോധിക്കുമ്പോൾ 1%, അഡാനി എൻ്റർപ്രൈസസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1% മുകളിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുന്നു. സെക്ടേഴ്സിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി FMCGക്ക് മാത്രമാണ് ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഏകദേശം 0.25% മുകളിലുള്ളൊരു നേട്ടം നിലവിൽ നിഫ്റ്റി FMCG സൂചികയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഏകദേശം 55,888 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി FMCGയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ ബ്രിട്ടാനിയയുടെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികൾ ഏകദേശം 2.5% ഒരു നേട്ടം രേഖപ്പെടുന്നു. നെസ്ലെ ഇന്ത്യ 1.25%, കോൾഗേറ്റ് പാമോലിവിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടമുണ്ടാകുന്നു. ഡാബർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% മുകളിൽ ഓൾമോസ്റ്റ് ഒരു 3/4% എന്നുള്ളൊരു രീതിയിലുള്ളൊരു നേട്ടമാണുള്ളത്. കൂടാതെ ബൽറാംപൂർ ചീനി മിൽസിൻ്റെയും മറ്റൊക്കെ ഓഹരികൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 2.25% ഇടിവുണ്ടാകുന്നു. റാഡിക്കോ കേത്താൻ 2%, വരുൺ ബെവറേജസിൻ്റെ ഓഹരികൾ ഏകദേശം 1.25% ഒരു ഇടിവുമാണ് നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു സൂചിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമ സൂചിക തന്നെയായിരുന്നു. ഏകദേശം 1.5% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 22,043 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഫാർമയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടക്കുന്നത്. ഫാർമ കമ്പനികൾ നോക്കുകയാണെങ്കിലും സൈഡസ് ലൈഫ് സയൻസിൻ്റെയും മറ്റൊക്കെ ഓഹരികൾ ഏകദേശം 3.25% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുന്നു. ലുപ്പിൻ ഓഹരികൾ 2%, ലോറസ് ലാബ്സ് 1.25% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഇന്നിപ്പോൾ ഗ്രാനുലാസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നിലവിൽ ഇപ്പോൾ ഗ്രാനുലാസ് ഇന്ത്യക്ക് സാധിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. സെക്ടേഴ്സിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണെങ്കിൽ നിലവിലിപ്പോൾ നിഫ്റ്റി FMCG സൂചിയൊഴികെ മറ്റുള്ള ഒരു സൂചിക്കും നിലവിലിപ്പോൾ നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ഫൈനാൻഷ്യൽ സർവീസസ് അടക്കമുള്ള സൂചികൾ ഏകദേശം 1% മുകളിലേക്കുള്ള ഒരു ഇടിവിലേക്ക് പതിച്ചിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1%-ഓളമുള്ളൊരു ഇടിവുമാണ് നിലവിൽ ഇപ്പോൾ സൂചികളുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി സൂചികളുടെ ഭാഗത്ത് നിന്നും നിലവിലിപ്പോൾ ഉണ്ടാകുന്നില്ല. അടുത്തതായിട്ടൊരു ബ്രോക്കറേജ് റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം ബേൺസ്റ്റീൻ നൽകിയിരിക്കുന്ന ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഒരു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് ആണ് നിലവിൽ ഇപ്പോൾ ടൈറ്റന് ബേൺസ്റ്റൈൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 4,200 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 3,638 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇന്ത്യയിലും മറ്റൊക്കെ ഇപ്പോഴൊരു ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനും മറ്റൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡും മറ്റൊക്കെ വരുന്നു. അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റൊക്കെ വലിയ രീതിയിലുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റും മറ്റൊക്കെ കടന്നു വരുന്നത് നിലവിലിപ്പോൾ ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ബേൺസ്റ്റൈൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ
ഒരു റെക്കോർഡും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 2 ഡെക്കേഡ്സ് ആയിട്ട് മറ്റൊക്കെ ഏകദേശം ഒരു 23% ഒരു EPS CAGR ഗ്രോത്ത് റേറ്റും മറ്റൊക്കെ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചതും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ബേൺസ്റ്റൈൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റ് ചില പ്രശ്നങ്ങളും മറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കമ്പനിയുടെ നിലവിലെ ഒരു PE മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ 5 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഒരു PE മറ്റൊക്കെയാണ് ടൈറ്റനിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പോസിറ്റീവ് വ്യൂ ആണ് നിലവിൽ ഇപ്പോൾ ബേൺസ്റ്റൈൻ ടൈറ്റനെ കുറിച്ച് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. തിരിച്ച് വിപണിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഒരു 0.25% ഒരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് 1% ഇടിവും ഇപ്പോൾ കാഴ്ചവെക്കുന്നു. ജാസ്മിൻ.